ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശരണ്യ, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ MBBS സ്റ്റുഡൻ്റ് ആണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന കുറച്ച് മെസ്സേജസ് ആണ്. നിങ്ങളിൽ പലരും കുറേ വിഷമത്തോടു കൂടി കുറച്ച് മെസ്സേജസ് ഒക്കെ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മെസ്സേജസിനൊക്കെ ഉള്ള റിപ്ലൈ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഫസ്റ്റ്ലി ഞാൻ പറയാം, നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ മനസ്സിൽ അത്രയും വലിയൊരു ലക്ഷ്യമുണ്ട്. ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ നിങ്ങൾ അത്രയും അധികം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എവിടെയോ നിങ്ങൾ കുറച്ച് തളർന്നു പോയപ്പോഴാണ് ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾ ഇവിടെ എത്തിയത്. നിങ്ങളിപ്പോൾ പല ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രശ്നങ്ങളെ മറ്റാരെക്കാട്ടി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഞാനും ഒരു നാളെ നിങ്ങൾ സഞ്ചരിച്ച പാതയിലൂടെ സഞ്ചരിച്ച് തന്നെയാണ് ഇവിടം വരെ എത്തിയത്. നിങ്ങളിൽ പലരും ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നായിരിക്കും സെൽഫ് ഡൗട്ട്. എന്നെ കൊണ്ട് പറ്റുമോ, ഞാനിതിന് ക്യാപ്പബിൾ ആണോ, എനിക്ക് അത്രയും കഴിവുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ, സ്വയം ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു അവസ്ഥ അല്ലേ. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത നെഗറ്റീവ് തോട്ട്സ്, ഫ്യൂച്ചറിനെ പറ്റിയിട്ട് നിങ്ങൾ തന്നെ ആവശ്യമില്ലാത്ത നെഗറ്റീവ് കാര്യങ്ങൾ ആലോചിക്കുന്നു. എനിക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു വർഷം വേസ്റ്റ് ആവും എന്നൊക്കെ നിങ്ങൾ തന്നെ ആവശ്യമില്ലാതെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു. ഒടുവിൽ ഇതെല്ലാം കൂടി ആലോചിച്ച് നിങ്ങൾ തന്നെ കൂടുതൽ സ്ട്രെസ്സിലേക്കും ടെൻഷനിലേക്കും എത്തുന്നു. ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സെൽഫ് ഡൗട്ട് അല്ലെങ്കിൽ സ്ട്രെസ്, ടെൻഷൻ, ഇത്തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സ് അതൊന്നും നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല. അല്ലെങ്കിൽ നിങ്ങൾ മാത്രമല്ല ഇത്തരം കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നത്. നിങ്ങളെപ്പോലെ ഈ ഒരു പ്രിപ്പറേഷനിലുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ട്. അതായത് ഇത്തരം പ്രിപ്പറേഷനിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണ്, ഇതൊക്കെ കോമൺ ആയിട്ട് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അതിന് വലിയ പ്രശ്നമായിട്ട് എടുക്കുമ്പോൾ, ആ ഒരു ലിമിറ്റ് കഴിഞ്ഞ് പോകുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ നമ്മളെ മെന്റലി അല്ലെങ്കിൽ ഫിസിക്കലി അഫക്ട് ചെയ്യുന്നത്. ഇന്ന് ഞാൻ ഇവിടെ ഒരു MBBS വിദ്യാർത്ഥിനിയായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഒരിക്കലും ഞാനും നിങ്ങളെ പോലെ ഒരു നീറ്റ് ആസ്പിരന്റ് ആയിരുന്നു. ഒരു പ്രാവശ്യമല്ല, രണ്ട് പ്രാവശ്യമല്ല, മൂന്നാമത്തെ പ്രാവശ്യം എക്സാം എഴുതുമ്പോഴാണ് എനിക്ക് ഒരു MBBS സീറ്റ് കിട്ടുന്നത്. ഞാനും നിങ്ങളെ പോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഫേസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. എന്റെ നീറ്റ് സ്റ്റോറി കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നമ്മുടെ ചുറ്റും നോക്കിയാൽ ആഗ്രഹിച്ച ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുത്ത് ജീവിതത്തിൽ വിജയിച്ച പല വ്യക്തികളും പല പ്രശ്നങ്ങളും നേരിട്ട് തന്നെയാണ് അവിടം വരെ എത്തിയത്. അവരാരും തന്നെ ഒരു ദിവസം കൊണ്ട് സ്വപ്നം കണ്ടിട്ട് പിറ്റേ ദിവസം ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നവരല്ല. ഒരുപാട് സമയം എടുത്ത് അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അത്രയും കഷ്ടപ്പെട്ട് പല പ്രശ്നങ്ങളും ഫേസ് ചെയ്ത് തന്നെയാണ് പലരും ഇന്ന് ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടുള്ളത്. നിങ്ങളിൽ പലരും ഡോക്ടർ ആവണമെന്ന ആഗ്രഹത്തോടു കൂടി നീറ്റ് എക്സാം എഴുതാൻ നിൽക്കുന്നവരായിരിക്കും. ഇന്നിപ്പോ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഡോക്ടറായിട്ട് ഇറങ്ങിയ പലരും ഒരു ദിവസം നിങ്ങളെപ്പോലെ ഒരു നീറ്റ് ആസ്പിരന്റ് ആയിരുന്നു. നിങ്ങളെപ്പോലെ പലതും സ്ട്രഗിൾ ചെയ്ത് പലതും സാക്രിഫൈസ് ചെയ്ത് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് അവർ ഓരോരുത്തരും ഇന്നത്തെ നിലയിലെത്തിയത്. ഒരു ഡോക്ടർ ആവുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല. അത് നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലെ. അത്രയും വലിയൊരു കാര്യമാണത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ അത്രയധികം കഷ്ടപ്പെടേണ്ടി വരും. പല കാര്യങ്ങളും നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. പലതും നമ്മൾ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോവേണ്ടി വരും. അല്ലാതെ എന്തും നമുക്ക് എളുപ്പത്തിൽ നേടിയെടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എല്ലാത്തിനും അതിൻ്റെതായ കഷ്ടപ്പാടുകളുണ്ട്. നിങ്ങൾ നേരിടുന്ന ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഈ ഒരു പ്രിപ്പറേഷന്റെ പാർട്ടാണെന്ന് മനസ്സിലാക്കി അത് അക്സെപ്റ്റ് ചെയ്ത് അത് ഫേസ് ചെയ്ത് വേണം നിങ്ങൾ മുന്നോട്ട് പോവാൻ. അല്ലാതെ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും അയ്യോ ഇത് എനിക്ക് മാത്രമാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്, എനിക്കൊന്നിനും പറ്റുന്നില്ല എന്നൊക്കെ ആലോചിച്ച് ഡൗൺ ആവാതെ എന്ത് ചെയ്യുക, സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇതൊക്കെ ഈ ഒരു പ്രിപ്പറേഷന്റെ പാർട്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. അങ്ങനെ മുന്നോട്ട് വരാൻ തയ്യാറായവർ മാത്രമാണ് ഇന്ന് ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുത്ത് ആഗ്രഹിച്ചതുപോലെ ജീവിക്കുന്നത്. നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം വെറുതെ നമ്മുടെ കയ്യിലേക്ക് തന്നാൽ നമ്മൾ ഹാപ്പി ആവും അല്ലേ. പക്ഷെ അതേസമയം നമ്മൾ അത്രയധികം ആഗ്രഹിച്ചൊരു കാര്യം നമ്മൾ അതിനുവേണ്ടി അത്രയധികം കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് പലതും സാക്രിഫൈസ് ചെയ്തതിനു ശേഷം നമുക്ക് ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം ഈ ആദ്യം പറഞ്ഞ സന്തോഷത്തിന്റെ 10 ഇരട്ടിയായിരിക്കും. ആ ഒരു ഫീല് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു ഫീലാണ്. നിങ്ങൾ അനുഭവിച്ച് തന്നെ അറിയണം. വെറുതെ മടി പിടിച്ചിരിക്കാനും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് ടൈം വേസ്റ്റ് ചെയ്യാനും എല്ലാരെ കൊണ്ടും പറ്റും. അതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതേസമയം ഇരുന്ന് ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികൾ വളരെ കുറച്ചു പേരെ കാണത്തുള്ളൂ. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നവർ തന്നെയായിരിക്കും അവർ ആഗ്രഹിച്ച പോലെ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുത്ത് വിജയിക്കുന്നത്. നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിനെ കുറിച്ചിട്ട്, നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങളുടെ പാരന്റ്സ് അത്രയും കഷ്ടപ്പെട്ടാണ് നിങ്ങളെ ഇതുവരെ വളർത്തിക്കൊണ്ടുവന്നത്. നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളെ ഈ ഒരു നിലയിൽ എത്തിച്ചു. ഇപ്പോ ഇല്ലാത്ത പൈസ മുടക്കി നിങ്ങളെ കോച്ചിങ് സെന്ററിൽ കൊണ്ട് ചേർത്ത് അഡ്മിഷൻ എടുത്തു. ഒരു കോച്ചിങ് സെന്റർ ചേരുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. ലക്ഷങ്ങളാണ് നമ്മൾ അതിനു വേണ്ടി ചെലവാക്കുന്നത് അല്ലെ. നിങ്ങളിൽ പലരും സാമ്പത്തികമായിട്ടൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന ഫാമിലിയിൽ നിന്ന് വരുന്നവരായിരിക്കാം. അപ്പോൾ ഇല്ലാത്ത പൈസ മുടക്കി അവര് നിങ്ങൾ എന്തിനാ അവിടെ കൊണ്ട് ചേർത്തത്? നാളൊരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിലെത്തി നിൽക്കുന്ന ആ ഒരു മൊമെന്റിന് വേണ്ടിയിട്ട്, നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത് കാണുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അവർക്ക് നിങ്ങളിൽ അത്രയധികം പ്രതീക്ഷ ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് നമ്മുടെ പാരന്റ്സിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താ? നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ അവര് നമ്മളിൽ നിന്ന് മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല.
നമ്മളിപ്പോ ജോലി കിട്ടി നമ്മുടെ സാലറി ഒന്നും അവർക്ക് വേണ്ട. അവരാഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യവും നമുക്ക് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്? നമ്മൾ നാളെ ഒരു സമയത്ത് നമ്മൾ ആഗ്രഹിച്ച ഒരു പൊസിഷനിൽ എത്തുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളെ കളിയാക്കിയവര്, നമ്മളെ പരിഹസിച്ചവര്, നമ്മളെ കൊണ്ട് ഇതിനൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞ് നമ്മളെ പുച്ഛിച്ച പലരും നമ്മളെ ചുറ്റും കാണും, അല്ലെ? അതിപ്പോ നമ്മുടെ ഫാമിലി മെമ്പർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരായിക്കോട്ടെ, പലരും. അപ്പോ നിന്നെ കൊണ്ട് ഇതിന് പറ്റില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിൽ എനിക്ക് പറ്റും എന്ന് കാണിച്ചു കൊടുക്കുകയല്ലേ വേണ്ടത്. നിന്റെ ഫാമിലി ഏറ്റവും കൂടുതൽ പ്രൗഡായി അത്രയും അഭിമാനത്തോടു കൂടി തല ഉയർത്തി നിൽക്കുന്ന ഒരു മൊമെന്റ് ആയിരിക്കും അത്. നിങ്ങളുടെ ഫാമിലി ഇപ്പൊ പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ നാളൊരു സമയത്ത് ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ഫാമിലിയെ കരകയറ്റാൻ, അല്ലെങ്കിൽ നല്ലൊരു നിലയിൽ എത്തിക്കാൻ ചിലപ്പോൾ നിന്നിലൂടെ ആയിരിക്കും കഴിയുന്നത്. അതിന് നീ നിന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നീ നിന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നാൽ മാത്രമേ നിനക്ക് അതൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു കാര്യം എപ്പോഴും നിന്റെ മനസ്സിൽ വേണം. ദൈവം നമ്മളെ പല രീതിയിൽ പരീക്ഷിക്കും, പല തടസ്സങ്ങൾ തരും. പക്ഷെ നമ്മൾ അതൊക്കെ എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ളതിലാണ് കാര്യം. അങ്ങനെ ഫേസ് ചെയ്ത് ആരൊക്കെ മുന്നോട്ട് വരുന്നു അവരായിരിക്കും ജീവിതത്തിൽ വിജയിക്കുന്നത്, ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നത്. നീ മാത്രമല്ല, നിന്നെ പോലെ ഒരുപാട് പേര് ഇത്തരം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ നേരിടാൻ നീ തയ്യാറാവുക എന്നുള്ളതാണ്. അതൊക്കെ നേരിടാൻ നിന്റെ മൈൻഡിനെ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് നീ ചെയ്യേണ്ട കാര്യം. നിന്റെ ലക്ഷ്യം അത്രയും സ്ട്രോങ് ആണ്, നീ അതിനുവേണ്ടി അത്രയും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നീ ഫസ്റ്റ് സ്റ്റെപ്പ്, നിന്റെ ലക്ഷ്യത്തിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നീ വെച്ച് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? കൺസിസ്റ്റന്റ് ആയിട്ട്, സിൻസിയർ ആയിട്ട്, ഡെഡിക്കേഷനോട് കൂടി നീ ഹാർഡ് വർക്ക് ചെയ്യുന്നുള്ളതാണ്. ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം പഠിച്ചെടുക്കാന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഇത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളുടെ കഴിവിനനുസരിച്ച് മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കുക. എന്നിട്ട് ഗ്രാജുവലി എന്ത് ചെയ്യുക? ഇമ്പ്രൂവ് ചെയ്ത് വരിക. ആദ്യം തന്നെ അവിടുത്തെ എക്സാമിനൊക്കെ ടോപ്പ് ആവണം എന്നൊന്നും വിചാരിക്കരുത്. ചിലപ്പോൾ അങ്ങനെ പറ്റണമെന്നില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പല കഴിവുകൾ ഉള്ളവരുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീക്ക് പോയിന്റ് മനസ്സിലാക്കി അതിനനുസരിച്ച് എന്ത് ചെയ്യുക? ഇമ്പ്രൂവ് ചെയ്ത് പതിയെ പതിയെ എന്ത് ചെയ്യുക? മുന്നോട്ട് വരിക എന്നുള്ളതാണ്. ആദ്യമൊക്കെ അവിടുത്തെ ചില എക്സാമിന് മാർക്ക് കുറയാന്നൊക്കെ പറയുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരിക്കലും വലിയ തെറ്റൊന്നുമല്ല. പക്ഷെ ഇങ്ങനെ മാർക്ക് കുറയുമ്പോൾ എനിക്ക് ഇതിനൊന്നും പറ്റില്ല, ഞാൻ ഇതിന് ക്യാപ്പബിൾ അല്ല, എനിക്ക് കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് ക്വിറ്റ് ചെയ്യാൻ തീരുമാനിക്കുമ്പോഴാണ് അവിടെ നിങ്ങൾ ശരിക്കും പരാജയപ്പെടുന്നത്. ഇപ്പൊ എന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, ആദ്യത്തെ പ്രാവശ്യം എക്സാം എഴുതിയിട്ട് കിട്ടിയില്ല, രണ്ടാമത്തെ പ്രാവശ്യം എഴുതിയിട്ടും കിട്ടിയില്ല. പക്ഷെ അപ്പോഴും ഞാൻ എന്റെ ഡ്രീം ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല. ഞാൻ ക്വിറ്റ് ചെയ്തില്ല. അങ്ങനെ ക്വിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ ഒരു പൊസിഷനിൽ എത്താൻ പറ്റില്ലായിരുന്നു. എത്ര പ്രശ്നങ്ങൾ വന്നാലും അതൊക്കെ നേരിട്ട് മുന്നോട്ട് വരാൻ തയ്യാറായിട്ടുള്ളവർ മാത്രമേ അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുത്തിട്ടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും നിങ്ങൾ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചു. ഡോക്ടർ ആവണം എന്നുള്ള അത്രയും വലിയൊരു ആഗ്രഹമൊക്കെ മനസ്സിൽ ഉറപ്പിച്ച് അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ തയ്യാറായി ഇറങ്ങി തിരിച്ചു. ആ ഒരു തീരുമാനം നിങ്ങൾ എടുത്തു കഴിഞ്ഞു. ഇനി അതിലൊരു മാറ്റവും ഇല്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും, എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഞാൻ അതൊക്കെ നേരിട്ട് മുന്നോട്ട് പോവും, ഞാൻ എന്റെ ലക്ഷ്യം നേടിയെടുക്കും എന്ന് തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് പറയുക. നിങ്ങളുടെ മൈൻഡ് അത്രയും സ്ട്രോങ് ആണെങ്കിൽ മറ്റൊന്നിനും നിങ്ങളെ തടയാൻ പറ്റില്ല, മറ്റൊന്നിനും നിങ്ങളെ തളർത്താനും പറ്റില്ല. എക്സ്ക്യൂസസ് പറയാൻ എളുപ്പമാണ്. എനിക്ക് ഇന്ന കാരണം കൊണ്ട് പഠിക്കാൻ പറ്റിയില്ല എന്നൊക്കെ എക്സ്ക്യൂസസ് നമുക്ക് പറയാം. പക്ഷെ നാളൊരു സമയത്ത് അയ്യോ ഞാൻ അന്ന് നല്ലതുപോലെ പഠിച്ചിരുന്നെങ്കിൽ എനിക്കിന്ന് ഞാൻ ആഗ്രഹിച്ച പോലെ ഡോക്ടർ ആവാൻ സാധിച്ചനെ എന്ന് തോന്നുന്ന ആ ഒരു റീഗ്രറ്റ് ഉണ്ടല്ലോ, അതിന്റെ പെയിൻ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നതിനെക്കാട്ടി വലിയൊരു പെയിൻ ആയിരിക്കും. അപ്പോ ഭാവിയിൽ അങ്ങനെ ഒരു റീഗ്രറ്റ് ഉണ്ടാവാതിരിക്കാൻ നിങ്ങളുടെ ഈ സമയം, നിങ്ങൾ ഇപ്പൊ പഠിക്കേണ്ട ടൈമാണ്. ഈ ഒരു സമയം എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കുക. നിങ്ങളുടെ കഴിവിനനുസരിച്ച് മാക്സിമം എഫേർട്ട് ഇട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുക. ഈ ഒരു വർഷത്തേക്ക് നിങ്ങൾ സിൻസിയർ ആയിട്ട് ഡെഡിക്കേഷനോടുകൂടി ഹാർഡ് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റും. മറ്റാർക്കും ഒരു പ്രശ്നത്തിന് നിങ്ങളെ തടയാൻ സാധിക്കില്ല. പല നെഗറ്റീവ് തോട്ട്സും വരും, എന്നെ കൊണ്ട് പറ്റും, എനിക്ക് കഴിയും എന്നൊക്കെ. ആ സമയം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. എനിക്ക് പറ്റും, എനിക്ക് അതിനുള്ള കഴിവുണ്ട്, ഞാൻ ഇതുവരെ എത്തിയെങ്കിൽ ഇനി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും, എന്ത് പ്രശ്നം വന്നാലും ഞാനിത് നേരിടും എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ആർട്ടിഫിഷ്യൽ ആയിട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു വർഷം മുഴുവൻ നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ സ്ട്രെസ്സിന്റെയും ടെൻഷന്റെയും മറ്റൊരു പ്രധാനപ്പെട്ട കാരണം മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നതാണ്. നമ്മൾ എന്തിനാ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു പോസിറ്റീവ് കാര്യം അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. നമ്മൾ മറ്റുള്ളവരോട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെസ്സും ടെൻഷനും കൂടുമെന്നല്ലാതെ ഒരു രീതിയിലും നമ്മളെ അത് പോസിറ്റീവായിട്ട് ബാധിക്കുന്നില്ല. എന്റെ റൂംമേറ്റ്സിന് എന്നെക്കാട്ടി മാർക്കുണ്ട്, എന്നെക്കാട്ടി നല്ല റാങ്ക് ഉണ്ട് എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് സമയം കളയാതെ നിങ്ങളെ തന്നെ എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക. കഴിഞ്ഞ എക്സാമിൽ നിന്ന് ഈ എക്സാമിൽ എനിക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ടോ? ഒരു മാർക്ക് എനിക്ക് കൂടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു റാങ്കിനെങ്കിലും എനിക്ക് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ ഒരു ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക്, ഒരു ചെറിയ പെർസെന്റേജ് ആയാൽ പോലും അങ്ങനെ ഒരു ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ വിജയിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസത്തെ നിങ്ങളിൽ നിന്ന് ഇന്ന് നിങ്ങൾ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്തു എന്നത് മാത്രമാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം മാത്രം നോക്കി എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക. നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടി സ്ട്രോങ് ആണ്, അത്രയും പവർഫുൾ ആണ്. നിങ്ങൾ അറിയാത്ത പല കഴിവുകളുണ്ട്. അപ്പൊ നിങ്ങളുടെ കഴിവുകൾ മുഴുവൻ എന്ത് ചെയ്യുക? നിങ്ങൾ പുറത്തു കൊണ്ടുവരിക.
പുറത്ത് കൊണ്ടുവന്ന് അത്രയധികം സിൻസിയർ ആയിട്ട് എന്ത് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവുക. അങ്ങനെ തയ്യാറാവാൻ നിങ്ങൾ തീരുമാനിച്ചാൽ ആ ഒരു തീരുമാനം നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റിമറിച്ചേക്കാം. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം എങ്ങനെയാ മുന്നോട്ട് പോകേണ്ടതെന്ന്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് മടി പിടിച്ചിരുന്ന് ടൈം വേസ്റ്റ് ആക്കി സ്ട്രെസ് അടിച്ച് ടെൻഷൻ അടിച്ച് നിങ്ങളുടെ ഫ്യൂച്ചർ തന്നെ നശിപ്പിച്ച് നിങ്ങളുടെ പാരന്റ്സിന് അത്രയും വിഷമം കൊടുത്ത് ഭാവിയിൽ റീഗ്രെറ്റ് അടിച്ചിരിക്കണോ, അതോ ഇപ്പോഴുള്ള ടൈം നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്ത് വളരെ സിൻസിയർ ആയിട്ട് ഡെഡിക്കേഷനോടുകൂടി ഹാർഡ് വർക്ക് ചെയ്ത് വരുന്ന പ്രശ്നങ്ങളെല്ലാം പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി നേരിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയി നാളെ ഒരു സമയത്ത് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരണമോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്ന ആ ഒരു നിമിഷം, നിങ്ങൾ വൈറ്റ് കോട്ടും ശ്രദ്ധയൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ പാരന്റ്സ് പ്രൗഡായിട്ട് കണ്ണു നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു നിമിഷം ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണം. ആ ഒരു കാര്യം തന്നെ ആയിരിക്കണം ഇപ്പോഴും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള എനർജി. ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങളുടെ ആഗ്രഹം അത്രയധികം എന്ത് ചെയ്യാം, സ്ട്രോങ് ആക്കുക, അതിനുവേണ്ടി അത്രയധികം കഷ്ടപ്പെടുക. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നാളെ ഒരു സമയത്ത് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റും. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്, ഉറപ്പായിട്ടും പറ്റും. നാളെ ഒരു സമയത്ത് ഞാൻ എത്തിച്ചേരും എന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിനോട് ശക്തമായി പറയുക. നല്ല രീതിയിൽ വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത് വരെ നിങ്ങൾക്ക് ഏത് രീതിയിലും സപ്പോർട്ടായിട്ട് ഞാനൊരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. നാളെ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ ഡ്രീം കോളേജിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ പുതിയ വീഡിയോസുമായിട്ട് കാണുന്നത് വരെ ബൈ.